RSSന്റെ കയ്യിൽ നിന്ന് അവരുടെ പിൻബലത്തോടുകൂടി അവരുടെ അനുഗ്രഹാശിസുകളോടെ വിജയം നടത്തിയിരിക്കുന്ന തെമ്മാടിത്തങ്ങളുടെ പിന്നെ ഒരു പരിണിത ഫലം എന്താന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം വർഷങ്ങളായി വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന സംഭവത്തെ സമ്പൂർണമായി ഇയാൾ തകർത്തു നശിപ്പിച്ചു എന്നുള്ളതാണ്. ഈ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന സംഭവത്തെ പ്രതിരോധിക്കാൻ മറ്റാർക്കാണ് ഇനി സാധ്യമാവുക? ഇതാണ് പിന്നീട് വരുന്നൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താണ് ഉത്തരം പറയുക? ഉത്തരേ ഉള്ളൂ. അത് പിന്നെ ഇവിടെ പയ്യന്നൂരിൽ ഒരു 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 വളരെ ഗൗരവതരമായിരിക്കുന്ന രാഷ്ട്രീയം വന്നിരിക്കുന്നു. തളിപ്പറമ്പിലുള്ള അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അത്രയും ഗൗരവതരമായിരിക്കുന്ന സംഭവത്തെ കുറിച്ച് ഞാൻ അങ്ങനെ പറയില്ല. കാരണം അദ്ദേഹം ഇന്നും അദ്ദേഹം പോയത് എവിടെയാണെന്ന് അറിയോ? കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം പോയതുകൊണ്ടല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ വിനോദിനി പറഞ്ഞിരിക്കുന്ന സംഭവത്തിന്റെ മുഴുവല്ല പറഞ്ഞത്, ഒന്നുമല്ല പറയുന്നത്. പക്ഷേ അതിനകത്ത് വരുന്ന ഒരു ഗൗരവം അറിയിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാല് പിണറായി വിജയൻ എന്ന് പറയുന്ന യൂസ്ലെസ് പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ എന്നെ മനസ്സിളകി എന്ന് പറഞ്ഞാൽ ആരാണ് ഈ പറഞ്ഞ ടി.കെ. ഗോവിന്ദ മാഷ്. അതിനർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. എന്താ അർത്ഥം എന്ന് പറഞ്ഞാല് അയാൾ തോൽക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് എന്നാണ്. ജനാധിപത്യം പരീക്ഷിക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അയാൾ തോൽക്കുന്നതിൽ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോൽക്കുന്നതിലല്ല, പിണറായി വിജയൻ അവിടെയാണ് അതിനകത്തൊരു വരുന്ന വിഷയം വരുന്നത്. അയാളാണ് ഈ പാർട്ടിയെ മൊത്തം ഇയാൾ ഈ പറയുന്ന ഗോവിന്ദൻ, ടി.കെ. ഗോവിന്ദൻ മാഷ് മത്സരിക്കേണ്ടി വരുന്നത് എന്താണ്? ഇവന്റെ അനുഗ്രഹാശിസുകളോടെയാണ് വാസ്തവത്തില് ഈ കെ രാജേഷ് എന്ന് പറഞ്ഞ വിദ്വാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് പയരാവൂരിലേക്ക് പറഞ്ഞേക്കുകയും ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കുകയും ഗോവിന്ദന്റെ പേര് പോലും പരാമർശിക്കപ്പെടാതെ ഗോവിന്ദനെ പുറന്തള്ളുകയും ചെയ്തത്. അപ്പൊ ഇത് രണ്ടും ഒന്നാണ് എന്നുള്ളതാണ് വിഷയം. ഈ വന്നിരിക്കുന്ന സംഭവത്തിനകത്ത് അയാൾ പരാജയപ്പെടുന്നവരുമ്പോ ഇയാൾ ഉത്കണ്ഠാകുലനാകുന്നു എന്ന് പറഞ്ഞാല് അതിനർത്ഥം എന്താണ്? ജനാധിപത്യത്തെ കുറിച്ചുള്ള നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ സമരമുഖത്തിനകത്ത് 19,000 വോട്ടിനോ 15,000 പരം വോട്ടിനോ ജയിച്ചിരിക്കുന്ന ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക അദ്ദേഹം ഒരിക്കലും അത്തരം ഒരു പ്രസ്താവന നടത്താൻ പാടില്ലാത്തതായിരുന്നു എന്നതാണ്. അപ്പൊ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരുപാട് പരിമിതികളും കൂടി ഈ വിഷയത്തിനകത്ത് വരുന്നുണ്ട്. മറുഭാഗത്ത് പിന്നെ ജി സുധാകരൻ എന്ന് പറഞ്ഞ ആൾ വരുന്നു, ഇപ്പുറത്ത് കെ രമ വരുന്നു, അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ വരുന്നു. ഈ 3 സംഭവങ്ങളാണ് വാസ്തവത്തിൽ കേരളത്തിനകത്തെ ഏറ്റവും വലിയ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഭൂമിക. അതാണ് ഈ ഭൂമികയെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് ഒരു പൊതു രാഷ്ട്രീയ ഇടതുപക്ഷ ബോധം വളർത്തിയെടുക്കാൻ ആർക്ക് സാധ്യമാകൂ എന്നുള്ളതാണ് കേരളത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഈ ഒരു വിഷയത്തെ ആരാണ് പാർട്ടിക്കകത്ത് ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ് വിഷയം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാണെങ്കിൽ ഒരൊറ്റയാൾ മാത്രമേ ട്രിഗർ ചെയ്യുന്നത് ഈ പി ജയരാജനായിരിക്കും. നമ്മുടെ പിന്നെ കണ്ണൂർ എന്നുള്ള പി ജയരാജൻ ഈ സംഭവം എന്താണ് സീരിയസ് ആയിട്ട് അദ്ദേഹം റേസ് ചെയ്യും. ഇത് റേസ് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അകത്തുണ്ടായിരിക്കുന്ന ഒരു റിയാക്ഷൻ എന്നുള്ളത് നമുക്കൊരിക്കലും പിന്നെ ഊഹിക്കാൻ കഴിയില്ല. എനിക്ക് എന്തായാലും ഊഹിക്കാൻ കഴിയില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബാലൻസിങ് എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അതിൽ ഭൂരിപക്ഷം പേരും എന്ത് പറയുന്ന പറഞ്ഞാൽ പി ജയരാജൻ പറഞ്ഞിരിക്കുന്ന സംഭവത്തോട് ഒരുപക്ഷെ പിന്നെ അനുകൂലിക്കുന്ന ഒരു സംഗതി വരും. ഈ വരുന്ന ചിത്രത്തിലൂടെ മാത്രമാണ് പിന്നീട് വരുന്ന ഒരു സാധ്യത. അത്തരം സാധ്യത വന്നാൽ പോലും ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രിയും പഴയ പാർട്ടി സെക്രട്ടറിയുമായിരിക്കുന്ന ഇയാളെ പാർട്ടി സ്ഥാനത്ത് നിന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റി ആലോചിച്ച് ഇയാളെ പുറന്തള്ളിയില്ല എങ്കിൽ ഒരിക്കൽ പോലും പാർട്ടിക്ക് ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോവുക സാധ്യമല്ല. ഈ സാധ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ചെയ്യുക സാധ്യമല്ല. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനകത്ത് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന വിചിത്രമായൊരു മറുപടിയുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെക്കുറിച്ച് അവലോകനം നടത്തും. മെയ് ജൂൺ മാസങ്ങളാണ്. അപ്പൊ ഈ മെയ് ജൂൺ മാസം 2 മാസം ഈ സംഭവം നടത്തുമ്പോ ഈ പറയുന്ന കമ്മിറ്റികൾക്കകത്ത് ആര് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വിഷയം. അതും ഗോവിന്ദൻ വിശദീകരിക്കുന്നുണ്ട്. ലോക്കൽ കമ്മിറ്റികൾക്കകത്ത് വരുന്ന ഏരിയ കമ്മിറ്റി മെമ്പർമാർ, ഏരിയ കമ്മിറ്റിക്കകത്ത് വരുന്ന DC മെമ്പർമാർ, DC-ക്കകത്ത് വരുന്ന സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ, സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് വരുന്ന സെൻട്രൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു ശ്രേണീബദ്ധമായ സാധനമാണ്. ഇത് താഴോട്ടോളം പോകുന്ന ഇതിന് അർത്ഥം എന്താ പറഞ്ഞാൽ വിജയൻ ഈ പറയുന്ന കമ്മിറ്റികളിലെല്ലാം പങ്കെടുക്കുന്നതാണ് അർത്ഥം. വിജയൻ നേരിട്ട് പങ്കെടുക്കുന്നു എന്നാണ്. വിജയൻ നേരിട്ട് പങ്കെടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് നഷ്ടമായി എന്ന് നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇയാളുടെ അധികാരം നഷ്ടമായിരിക്കുന്നു നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നതും ചാനലുകൾ ആഘോഷിക്കുന്നതുമായ സംഭവത്തിൽ യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല എന്നാണ് വാസ്തവത്തിൽ ഗോവിന്ദൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പരസ്യമായി പ്രഖ്യാപിച്ചത്.
പരസ്യമായി പ്രഖ്യാപിച്ചത്. അതിനർത്ഥം ഒരു തരത്തിലുണ്ടായിരിക്കുന്ന തിരുത്തലുകളും ഇവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ പാർട്ടിക്കകത്ത് നടക്കാൻ പോകുന്നില്ല, സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. ആത്യന്തികമായി ഈ പാർട്ടി ആർക്കു കൊണ്ടേ കൊടുക്കും? തമിഴ്നാട്ടിൽ സംഭവിച്ചതുപോലെ. തമിഴ്നാട്ടിൽ വെട്രിമണ്ഡലത്തിന്റെ ഭാഗമായി പിന്നെ വിജയൻ എന്ന് പറയുന്ന നടൻ വരുന്നുണ്ടല്ലോ. ആ നടൻ ആത്യന്തികമായിട്ട് ആര ഫോർഫ്രണ്ട് ഫൈറ്ററാണ്. അത് ട്രോജൻ കുതിരയായി BJPയുടെ ട്രോജൻ കുതിരയാണ് ആ സാധനം. അത് പിന്നെ ഇപ്പുറത്ത് പറഞ്ഞു നേരെ മറിച്ച് ബംഗാളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അവർ നേരിട്ട് ഇടപെട്ടു. അതായത് ഇന്ത്യ മുഴുവൻ തന്നെ ഫാസിസവൽക്കരിക്കാനുള്ള സംഭവത്തിന്റെ ഭാഗമായി ജനാധിപത്യപരമായി എവിടെയെല്ലാം തന്നെ നടക്കാവുന്ന ഏതെല്ലാം പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടോ അതിനെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന സംഭവത്തിന്റെ അമരക്കാരനായി കേരളത്തിൽ നിൽക്കുന്നത് ഈ വിജയൻ എന്ന് പറയുന്ന ഈ തെമ്മാടിയാണ്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ വിഷയം. അതുകൊണ്ട് തന്നെ പാർട്ടി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന വിഷയത്തെക്കാൾ പാർട്ടി ചർച്ച ചെയ്യേണ്ടതല്ല, ഒരു തരത്തിലുള്ള പുനരാലോചന നടത്താത്തതോട് ഇയാളെ ഈ പാർട്ടി കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇയാളെ പുറത്താക്കണം. പുറത്താക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കറക്ഷനും ഈ പാർട്ടിക്കകത്ത് നടത്തുക സാധ്യമല്ല എന്നാണ് എന്റെ ഖണ്ഡിതമായിരിക്കുന്ന ഒരു അഭിപ്രായം. അതാണ് സ്വന്തം കാര്യം ചെയ്യാൻ അയാൾ ചെയ്തത് മുഴുവൻ എന്താ പറഞ്ഞാൽ ഒരു മഹത്തായ പാരമ്പര്യവും പൈതൃകവും ഉള്ള ഒരു പാർട്ടിയെ അയാൾ കൊണ്ട് ഡിമോളിഷ് ചെയ്തു, അസ്തപ്രജ്ഞമാക്കിയ അയാൾ. എന്നിട്ട് അതിന്റെ കൂടെ നിൽക്കുകയാണ് ഈ കുറെ ഏഭ്യന്മാരായിരിക്കുന്ന ആളുകൾ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് നോക്കിക്കോ, ഈ കേരളത്തിലെ UDFന്റെ തരംഗം ഉണ്ടായി ഇതിനകത്ത് വന്നിരിക്കുന്ന ചെറുപ്പക്കാരെ നോക്കിക്കോ, യൂത്ത് കോൺഗ്രസിന്റെ അവരെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ് വന്നിരിക്കുന്നത്. ഓരോ എം എൽ എമാരും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഉണ്ടല്ലോ. ഈ പറയുന്ന LDFനകത്ത് വന്നിരിക്കുന്നത് ഒരാളെ പേര് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഒരൊറ്റ ഒരുത്തനില്ല. എല്ലാം തന്നെ വായിക്കുന്നത് കോതൊക്കെ പാട്ടുന്നവരെ തെണ്ടിത്തരവും തെമ്മാടിത്തവും വിളിച്ചു പറഞ്ഞ് ആളുകളെ ഭാഷ പോലും അറിയാത്തതിൽ അപമാനിക്കാൻ കഴിയുന്നവരാണ്. ഇപ്പൊ TP രാമകൃഷ്ണനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഫാത്തിമ സഖിയ എന്ന് പറഞ്ഞ അവര് വാസന തന്നെ അവരിൽ എത്ര ഗംഭീരയായിരിക്കുന്ന എത്ര ഗംഭീരയായിരിക്കുന്ന സ്ത്രീയാണ് അവരല്ലോ. എത്ര ഗംഭീരയായിരിക്കുന്ന സ്ത്രീയാണത്. നാണിക്കണ്ടേ വാസ്തവത്തിലെടുത്ത ജനാധിപത്യ കോളാബറേഷൻ? നാണിക്കണ്ടേ? ഇങ്ങനെ വരുന്ന ഒരു തലമുറയെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ ചെയ്ത ഒറ്റ പ്രവൃത്തി മാത്രമാണ് ഇയാൾ ചെയ്തത്. കാരണം എനിക്ക് ശേഷം പ്രളയമാണ്, അതിനാൽ വരുന്നവരെന്തായിരിക്കണം, എന്നേക്കാൾ വൃത്തികെട്ടവരായിരിക്കണം ഈ കേരളീയ സമൂഹത്തിലേക്ക് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും തന്നെ ജനാധിപത്യം എന്ന വാക്ക് സംസാരിക്കാൻ അറിയില്ല, പൗരബോധത്തെ കുറിച്ച് സംസാരിക്കാൻ അറിയില്ല, മാന്യതയെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല, കരുണയെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല, സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒന്നും അറിയാത്ത വിജയന് സമാനമായിരിക്കുന്ന വിരൂപന്മാരായിരിക്കുന്ന ആളുകളെ ഉണ്ടാക്കി വെച്ചു. ഇതാണ് വാസ്തവത്തിൽ ഈ വിജയൻ കേരളീയ സമൂഹത്തിലേക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തം. അതാണ് ഈ ദുരന്തത്തെ മറികടക്കാൻ ഇനി എന്തെങ്കിലും സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, സാധ്യമാകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ പോകുന്നത് തന്നെയാണ് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത്. ശരിക്കും